ബാക്കിൽ വെച്ച് തന്നെ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്താലോ? അപ്പോൾ ഇതാണ് എൻ്റെ ബിഫോർ ഹാൻഡ്. ഞാൻ വെക്കാൻ പോകുന്ന നെയിൽസ് ഇതാണ്. മീഡിയം സൈസാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഞാൻ മുന്നേ സൈസൊന്നും നോക്കാതാണ് മേടിച്ചത്, പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്രാവശ്യം ഞാൻ സൈസ് നോക്കി മേടിച്ചു, മീഡിയം സൈസ് മേടിച്ചു. അപ്പം ഇതെങ്ങനെ വെക്കേണ്ടതെന്നൊക്കെ ഇൻസ്ട്രക്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതനുസരിച്ച് വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആൽക്കഹോൾ പാഡും പിന്നെ ഇത് നെയിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ഗമ്മ്, ഗ്രിപ്പ് ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെ കിട്ടും. അങ്ങനെ ഒരു പാക്കിൽ നമുക്ക് ഇത്ര സാധനങ്ങളാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതാണ് നമ്മുടെ ഗമ്മ്. ഇത് ജസ്റ്റ് നെയിലൊന്ന് സ്റ്റിക്ക് ചെയ്യുക, എന്നിട്ട് ആ നെയിൽ പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ പരിപാടി. പക്ഷേ ഞാൻ ആ ഗം യൂസ് ചെയ്യുന്നില്ല, ഞാൻ അതിന് പകരം വേറെ ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തപ്പോൾ എനിക്ക് ആ പാക്കിൽ കിട്ടിയൊരു ഗമ്മായിരുന്നു. അപ്പം എനിക്കൊരു 1 വീക്കോളം ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതന്നെ യൂസ് ചെയ്തു. സോ ഫസ്റ്റ് ഞാൻ നെയിൽസ് എല്ലാം ഗ്രിപ്പ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നെയിൽ എടുത്ത് ജസ്റ്റ് ട്രൈ ചെയ്യുവാണ്. ഗമ്മ് വെക്കാതെ ജസ്റ്റ് വെച്ച് നോക്കുകയാണ് നെയിൽ എല്ലാം പാകമാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാം കറക്റ്റാണ്. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് അല്ലെങ്കിൽ പണി പോളുമല്ലോ. സോ അപ്പം ചെക്ക് ചെയ്ത് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പം എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് വന്നത്. അങ്ങനെ ഞാൻ ഗമ്മ് ചെയ്യുവാണ്. ഗമ്മ് ചെയ്ത് പ്രസ് ചെയ്യുന്ന വീഡിയോ മിസ്സായി ആക്ച്വലി. ഗമ്മ് നമ്മളെല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തിട്ട് വേണം പ്രസ് ചെയ്യാൻ. പെട്ടെന്ന് സ്റ്റിക്കാവുക ഗമ്മ്. അപ്പോൾ സോ പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം എന്തായാലും എനിക്കിഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു, ബൈ.